ബിഗ് ബോസിലൂടെ ഇപ്പൊ ഓൺ എയറിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് വെൽക്കം ചെയ്യാം നമ്മുടെ സ്വന്തം ബിൻസി മോൾ. ആളിനെ നമുക്ക് മനസ്സിലായി. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, വന്നത് കാറിലാണ്. നമ്മൾ പ്രതീക്ഷിച്ച ചാച്ചന്റെ ഓട്ടോയിലാണ്. പിന്നെ ചാച്ചനെ ഇപ്പൊ എയറിലൊക്കെ കൂടെയാണ് ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വിഡ്ഢിത്തരം പറയാതിരിക്കാ. മനഃപൂർവ്വം പറയണതല്ല, ജന്മനാ വിഡ്ഢിയാണേ. അമ്മച്ചിമാര് വരെ വന്നിട്ട് ചാച്ചാന്ന് വിളിക്കുക. അതുമ്പോ ചാച്ചന് ഭയങ്കര സന്തോഷാണേ. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി നീ ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും. ചാച്ചന്റെ ഓട്ടോ അല്ലേ, ചാച്ചനല്ലേ എന്നൊക്കെ ചോദിക്കുവായിരുന്നു. RJ ബിൻസി ഓട്ടോയുടെ ഐശ്വര്യം. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ചാച്ചന് നല്ല ഓട്ടം കിട്ടുന്നുണ്ട്. ചാച്ചൻ ഇപ്പൊ ഒരു ഫ്ലൈറ്റ് ഓടിക്കും പോലെയാണ്. എന്തിനാണ് ഒരു വായി തിരിക്കേറ്റ മസ്താനി അടുത്ത് പറയുന്നുണ്ട്, വീട്ടില് അച്ഛനും അമ്മയും അടിച്ചു വളർത്താത്തതിന്റെ പ്രശ്നമാണെന്ന്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. വീട്ടില് ബിൻസിയെ അടിച്ച് വളർത്തിയതാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പിന്നെ എന്നെ അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും അടിക്കുവാടാ. പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടുമാതിരി ഒരുമിച്ചല്ല കടിച്ചു പറിക്കണത്. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ. ഇപ്പോഴും ഒരു നാണോ ഇല്ലാണ്ട് എനിക്ക് അടി തരാറുണ്ട്. കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. അത് ആർക്കാണേലും കൊടുക്കണം, മക്കളാണേലും ഒരു റിഗ്രറ്റും ഇല്ല. ഓ നമുക്കിട്ടെന്ന് വെച്ചല്ലേ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ഈ റീഎൻട്രി കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടില്ല. അതെന്താ? അപ്പൊ അനുവിന്റെ ഒരു മെയിൻ പരിപാടി അതാണ്, കരഞ്ഞ് മെഴുകുക. ഞാനെന്താ ചെണ്ടേ എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എനിക്ക് മാത്രം ഒരു പ്ലാനും ഇല്ലാണ്ടിരുന്നുള്ളൂ. കേൾക്കാൻ നല്ല രസമുണ്ട്. ഒറ്റയ്ക്കിരുന്ന് കരയാന്നുള്ള അനുവിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. അത് ശരി, വഴി കുത്തിരിക്കാൻ പോകാൻ പറ്റും. ബിൻസിക്ക് അങ്ങനെ കയറിയപ്പോൾ പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഒന്നും ഇല്ലായിരുന്നു ഫസ്റ്റ് ടൈമിൽ. അയ്യോ ഇല്ലായിരുന്നു, സത്യമായിട്ടും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.